എന്റെ ക്യാരക്ടർ ഒരു ബിമൽ രാജ് എന്നാണ്, പുള്ളിക്കാരുടെ ക്യാരക്ടറിന്റെ പേര് അനിന്ത്യ എന്നാണ്. അപ്പം നമ്മള് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, പക്ഷെ സെപ്പറേറ്റഡ് ആണ് ഇപ്പം. ഐ എം വെരി എക്സൈറ്റഡ് ടു ഡു മോർ നഴ്സസ്. അങ്ങനെ ഒരു അതിരുന്നപ്പം ദിവ്യപ്രഭ പറഞ്ഞു അവള് 4 എണ്ണത്തിന് ചെയ്തു, അവളിപ്പോ ഡോക്ടറായിട്ട് പ്രൊമോട്ട് ചെയ്തു. കുറെ പേര് ഇങ്ങനെ ഒരു ധാരണയുണ്ടല്ലോ ഈ മണിമൂർ രാജിന്റെ മകനായിട്ട്. അപ്പൊ അത് കാരണം ഫിലിം മേക്കേഴ്സ് വിളിക്കുന്നതും ഇല്ല, അവന് കിട്ടിക്കോളും. എനിക്ക് ആ പേടിയൊക്കെ പോയി. താഴോട്ട് ഇറങ്ങിയാലല്ലേ എനിക്ക് അങ്ങനെയല്ലെന്ന് തോന്നുന്നു, ഞാൻ കേട്ടത്. ഇന്ത്യവുഡിൽ ഇന്ന് നമ്മോടൊപ്പം മസ്തിഷ്ക മരണം സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് രണ്ടുപേരുണ്ട്. നിരഞ്ജു ഉണ്ട്, ആൻ സലീം ഉണ്ട്. നമസ്കാരം. നമസ്കാരം. ചോദിക്കട്ടെ, എന്തായാലും ഈ സിനിമയിലേക്ക് നിങ്ങൾ രണ്ടുപേരും വരാനുള്ള കാരണം ഒബ്വിയസ്ലി കൃഷാന്ത് എന്നുള്ള പേര് തന്നെയാണ്. മറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? നമുക്ക് അവിടെ അങ്ങനെ പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നത്. വേറെ എന്തൊക്കെയാണ് നിങ്ങളെ പടത്തിലേക്ക് വരാനായിട്ട്? നമ്മൾ ഒരുമിച്ചൊരു സീരീസ് ചെയ്തു 4 സംഘം. അപ്പോൾ അത് കഴിഞ്ഞ സമയത്ത് കൃഷാന്ത് നമ്മളിങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് പറയാമെന്നുണ്ട്. പുള്ളി മറ്റേ ഇങ്ങനെ എഴുതി ഐഡിയ ആദ്യം അയച്ചു, പെട്ടെന്ന് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫ് അയച്ചു, സെക്കൻഡ് ഹാഫ് ഞാൻ എൻ്റെ കിളി പോയി. ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പം ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, ഓ മൈ ഗോഡ് ഇത് രക്ഷയില്ല, ഇത് പടം നടന്നാൽ ഇത് അട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നടന്നതാണ്. പിന്നെ അതിനൊരു അത് കഴിഞ്ഞിട്ട് 6 months പ്രോസസ് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കാസ്റ്റായി വരാനും തുടങ്ങാനും പ്രൊഡക്ഷനാവാനും. അജിത് വിനായകയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, കൃഷ്ണ ഫിലിംസും കൂടെ ഉണ്ട്. അപ്പം പടം എല്ലാ രീതിയിലും ഒരു ഹൈ, ഇപ്പം ഒരു എനിക്കൊന്ന് ബ്രോ ഭയങ്കര ഒരു സിനിഫൈലാണ്, ഭയങ്കര സിനിമ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പം ബ്രോയിനൊക്കെ ഹൈ തരുന്ന ഒരു രീതിയിലുള്ള സ്ക്രിപ്റ്റ് തന്നെയാണ്. എന്തായിരിക്കും ആനിന് എന്തായിരിക്കും പെട്ടെന്ന് അങ്ങനെ? കൃഷാന്ത് ആണ് അതാണ് മെയിൻ ഫാക്ടർ. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഇതൊക്കെ തന്നെ ഉള്ളു വരുന്നത്. അപ്പൊ എന്താണെങ്കിലും നമ്മള് പിടിക്കും. കൃഷാന്ത് തന്നെയാണ് മെയിൻ. കൃഷാന്ത് ആൻഡ് ഞാൻ ആവാസവ്യൂഹം മുതൽ കാണുന്നുണ്ട്, പുരുഷപ്രേതം, സംഘർഷഘടന, 4 സംഘം, ഇതൊക്കെ നമ്മൾ കൃഷാന്ത് എന്ന ആൾ ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം ഐ ഓൾവേസ് വാണ്ടഡ് ടു ബി ഇൻ അറ്റ്ലീസ്റ്റ് ടച്ച് വിത്ത് ഹിം. ഹീ നമ്മുടെ വർക്ക് കണ്ടിട്ട് നമുക്കും മെസ്സേജ് അയക്കും, അങ്ങനെ വെരി നോർമൽ പേഴ്സൺ. അപ്പം ഐ ഓൾവേസ് വോണ്ട് ടു വർക്ക് വിത്ത് ഹിം. ഞാൻ കുറേ കേട്ടിരുന്നു. ഞാൻ ലവ് ആൻഡ് ദ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ട്രിവാൻഡ്രത്ത് ചെയ്യുന്ന സമയത്ത് ഇവർ 4 സംഘം ചെയ്യാണ്. അപ്പം എനിക്കറിയുന്ന എല്ലാവരും 4 സംഘത്തിലുണ്ട്. സോ അന്നേ നമ്മൾ മറ്റേ ആഗ്രഹിച്ചിരിക്കുകയാണ് ഒരു വിളി വന്നിരുന്നെങ്കിൽ. അന്നിങ്ങനെ ക്യാരക്ടറിന്റെ ഡിസ്കഷൻ വന്ന സമയത്ത് പോലും ഇങ്ങനെ നമ്മൾ രണ്ടുപേരും, ഞാൻ കൃഷാന്തേട്ടനും ആൻ്റെ പേര് പറഞ്ഞപ്പോൾ കൃഷാന്തൻ പറഞ്ഞു പുള്ളിക്കാരി നന്നായിട്ട് ഹ്യൂമർ ചെയ്യും. ഞാൻ വിശേഷത്തിന്റെ കാര്യം പറഞ്ഞു, വിശേഷത്തിൽ കണ്ടതും. അപ്പം നീ പറഞ്ഞ ഞാൻ പറഞ്ഞു അതിനൊക്കെ ഇനി ഞാൻ പൈസ വാങ്ങണം. അപ്പൊ അത് പക്ഷെ അന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആ ഡിസ്കഷനിൽ പറഞ്ഞു ഇങ്ങനെ കിടിലം ആക്ടറാണ്, അപ്പൊ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടർ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു വർഷത്തിൽ ഇതാണ് ആദ്യമായിട്ടാവും പറയുന്നത്. ഇത്രയും നാളുണ്ടായിട്ടല്ലേ? അയ്യോ ഇടത്ത് പറയാനേ. ആ വിശേഷം കണ്ടിട്ട് സാറ് മെസ്സേജ് അയച്ചിരുന്നു, ഇങ്ങനെ രസമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. സോ കോമഡി ഇതിൽ ചെയ്യാം, കുറച്ച് കോമഡി ചെയ്യുന്നുണ്ട്. അപ്പം അത് എത്രത്തോളം വർക്ക് ആയോന്ന് അറിയില്ല, പക്ഷെ ഇത് ഭയങ്കര എക്സൈറ്റിങ്. ഇപ്പോഴേ നമ്മള് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പെട്ടെന്ന് ആലോചിക്കായിരുന്നു, ആനിന് എപ്പോഴും അത് കുറേ സിനിമകളിൽ ഈ പറഞ്ഞ പോലെ ഇച്ചിരി ദേഷ്യപ്പെടുന്ന രീതിയിലുള്ള റോൾ ഉള്ളതുകൊണ്ട് ആനിനെ പൊതുവെ ദേഷ്യം ചെയ്യുന്നതിൽ കംഫർട്ടബിൾ ആയിട്ട് ഒരാളെന്നുള്ളൊരു ഒരു ഇതിലേക്ക് എത്തിച്ചിട്ടുണ്ട് ചില ആൾക്കാരെങ്കിലും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നത് അത് ദോഷകരമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് ഏതൊക്കെ തരത്തിൽ ദോഷകരമാണ്? എന്തെങ്കിലും റോൾസ് വരുമ്പോഴത്തേക്ക് സംസാരം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയൊക്കെ? ഇല്ല എനിക്ക് അങ്ങനെ ഐ തിങ്ക് അതിനൊരു മറ്റൊരു വേർഡ് ആയിരിക്കും ടൈപ്പ് കാസ്റ്റ് എന്നുള്ള. ഐ ഡോണ്ട് തിങ്ക് ഐ വെറി അബൌട്ട് ഇറ്റ് എനി മോർ. ഐ ജസ്റ്റ് വോണ്ട് ടു ബി കാസ്റ്റഡ് ഇൻ മൂവീസ്. അതിപ്പം ഒരേ ടൈപ്പ് ആണെങ്കിൽ ഐ എം വെരി ഓക്കെ വിത്ത് ഇറ്റ്. ഐ ഹവ് ഗോട്ട് ടു എ പ്ലേസ് ലൈക്ക് ദാറ്റ്. ഞാൻ ഇപ്പം 3 പടത്തിൽ നേഴ്സായിട്ട് ചെയ്തു. അപ്പം ഐ എം വെരി എക്സൈറ്റഡ് ടു ഡു മോർ നഴ്സസ്. അങ്ങനെ ഒരു അതിരുന്നപ്പം ദിവ്യപ്രഭ പറഞ്ഞു അവള് 4 എണ്ണത്തിന് ചെയ്തു, അവളിപ്പോൾ ഡോക്ടറായിട്ട് പ്രൊമോട്ട് ചെയ്തു. സോ ഐ എം ഓൾസോ ഹോപ്പിംഗ് അങ്ങനെയൊക്കെ വല്ല പ്രൊമോഷൻ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ ഞാനൊരു നഴ്സിന്റെ യൂണിഫോം മേടിച്ച് വെക്കാന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ആഗ്രഹിച്ച സിനിമയിൽ വന്ന ആൾക്കാരാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഇപ്പോൾ ഓഡീഷൻസ് കൊടുക്കുന്ന ഒരു ജേർണിയും പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ എങ്ങനെയായിരുന്നു? ഇപ്പോൾ നിരഞ്ജനെ പറ്റി, ഇപ്പം നേരത്തെ ആനിനെ പറ്റി പറഞ്ഞ പോലെയാണ്, ദേഷ്യമുള്ള റോളുകൾ ചെയ്യാനായിട്ട് മിടുക്കിയാണ് കുട്ടി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് പ്രശ്നവും ഒരു സ്ഥലത്ത് നല്ലതാണെന്ന് പറഞ്ഞ പോലെ, നിരഞ്ജനെ പറ്റി ആളുകളുടെ ഒരു ധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണിയമ്പിള രാജു ചേട്ടൻ്റെ മകൻ എന്നുള്ള രീതിയിൽ ഭയങ്കര എളുപ്പമാണ്, പുള്ളിക്കാരനൊക്കെ ഈസി അല്ലേ എന്നുള്ള സാധനം ഉണ്ടല്ലോ. അപ്പോൾ ശരിക്കും അത് എന്തായിരുന്നു ഓരോ ഓഡീഷൻ സംഭവിക്കുന്നത്? ക്യൂ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ആ ഓഡിഷൻ കൊടുത്ത്? അല്ല, ഐ മീൻ ഓഡിഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒന്നിലും കിട്ടിയിട്ടില്ല എനിക്ക്. ആ ഓഡിഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ട്, ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റേ കുറേ പേര് ഇങ്ങനെ ഒരു ധാരണയുണ്ടല്ലോ ഈ മണിമൂർ രാജിന്റെ മകനായിട്ട്. അപ്പൊ അത് കാരണം ഫിലിം മേക്കേഴ്സ് വിളിക്കുന്നതും ഇല്ല, അവന് കിട്ടിക്കോളും. അപ്പൊ എനിക്കാണെങ്കിൽ ചോദിക്കാനും അങ്ങനെ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പം മറ്റേ എല്ലാത്തിനും ഇടയിൽപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ.
ഇപ്പം ഫസ്റ്റ് പടം തൊട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര കുറേ ആഗ്രഹമുള്ള ഫിലിം മേക്കേഴ്സ് ഉണ്ട്, അവരോടൊന്നും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, അവരൊന്നും ആ ഫ്രെയിമിലില്ല ഞാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിലേ ഇല്ല. അപ്പം കുറച്ച് എനിക്കൊന്ന് എൻ്റെ ഒരു കരിയറിൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു പടം ഫൈനൽസ് ചെയ്ത സമയത്ത് പോലും ഞാൻ വിചാരിക്കുന്നത് ഓക്കെ ഇനി, അപ്പോൾ അതിൻ്റെ അത് കുറേ റിവ്യൂസ് കുറേ സ്ഥലങ്ങളിൽ വന്നപ്പോഴത്തേക്കൊക്കെ എന്നെ പറ്റി നല്ലതുപോലെ എഴുതി. ഇനി ഇത് വെച്ച് അങ്ങ് പോവാം, ഇങ്ങനെ എഴുതാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഇല്ല. അത് കഴിയുമ്പോൾ കോവിഡ് വന്നു, മനുഷ്യനെ ബുദ്ധിമുട്ടിയായിട്ട് അതും വന്നു. എന്താ പറയുക, അങ്ങനെ ഒരു, അപ്പം ഇതിൻ്റെ അകത്ത് കൂടുതൽ എനിക്ക് തോന്നുന്നത് നോട്ട് അബൌട്ട് യുവർ ടാലൻറ്റ്, എവിടെയൊക്കെയോ കുറേ ഫാക്ടേഴ്സിൻ്റെ അകത്ത് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എല്ലാവർക്കും മെസ്സേജ് അയക്കും, ഞാനൊരു 100 പേർക്ക് വരെ മെസ്സേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ആഡ് ചെയ്തുകൊണ്ട് 100 ഫിലിം മേക്കേഴ്സിനെങ്കിൽ ഒരു 90 ഫിലിം മേക്കേഴ്സിന് മെസ്സേജ് അയച്ചതിൻ്റെ ഇതുണ്ട്. പക്ഷെ അതിലൊരു എത്ര അതിനൊരു 15 റിപ്ലൈ വന്നതാണ്. അല്ല 15 റിപ്ലൈയിൽ ഒരു 10 റിപ്ലൈ ടോട്ടലി അൺറിലേറ്റഡ് ആയിരിക്കും. കാരണം എന്താ പറയാ, സിനിമയെ പറ്റി ആയിരിക്കില്ല, നല്ല അഭിനയമാണ് പക്ഷെ ഞങ്ങൾക്ക് വേണ്ട, നല്ല വേണ്ട. അങ്ങനെ ഒരു 5 എണ്ണം നല്ലതായിട്ട് പറയും, അതിൽ ഒരെണ്ണം ചിലപ്പം അതാണ് ഈ കൃഷാന്ത് ഏട്ടൻ വിളിച്ച പോലെ ഒരു സാധനം. അങ്ങനെ അങ്ങനെ ഒരെണ്ണം കിട്ടി. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മണിയമ്പിളി രാജേട്ടൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ എൻ്റെ അച്ഛൻ സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന ആളാണ്, ആൻ്റെ അച്ഛന് സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന ആളാണ്. പക്ഷെ മണിയമ്പിളി രാജേട്ടൻ്റെ തുറന്ന് പറച്ചിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്, വീട്ടിലൊക്കെ പലപ്പോഴും നിങ്ങൾ തമ്മിൽ ഇപ്പൊ ഈ ഒരു അഭിപ്രായം പറയുമ്പോഴോ അല്ലെങ്കിൽ ഒരു സിനിമയിൽ റോൾ ചെയ്യുമ്പോഴോ ഒക്കെ സ്വന്തം അച്ഛൻ ട്രോൾ ചെയ്തിട്ടുണ്ടാവില്ല? അതായത് അഭിപ്രായം ഭയങ്കര ബ്രൂട്ടലി ഓണസ്റ്റ് ആയിട്ടില്ലേ? അങ്ങനെ ഓർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സീൻ എന്തായിരിക്കും? അതായത് പറഞ്ഞു പോയി പറയുകയും വേണ്ടായിരുന്നു, അച്ഛൻ പിടിക്കുകയും ചെയ്തില്ല എന്നുള്ള സീൻ. എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് ലൈം ലൈറ്റ് നിൽക്കണമെങ്കിൽ നമുക്ക് ഈ ഫിലിം മേക്കേഴ്സ് വിളിക്കുന്നുമില്ല. പക്ഷെ നമ്മൾ നമ്മുടെ സ്വന്തം ചിലവിലാണ് ജീവിക്കുന്നത്. എന്താണ് ഒരു മറ്റേ മാസ്റ്റേഴ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട്, ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ സ്വന്തം ഇങ്ങനെ ബോബി എന്ന് പറഞ്ഞ പടം അഭിനയിച്ച ശേഷം അതിന് കിട്ടിയ പേജൊക്കെ തൊട്ട് പിന്നെ എല്ലാം സ്വന്തം ഇതിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് പടങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ചോദിക്കാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. കഞ്ഞിയും പയറും. അപ്പൊ എന്തെങ്കിലും ഫുഡ് കിട്ടുന്നുണ്ട് വീട്ടിൽ നിന്ന്, പക്ഷെ എന്നാലും എനിക്ക് വേറെ, നമുക്ക് ഫോൺ റീചാർജ് ചെയ്യണം, പെട്രോൾ അടിക്കണം, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പം പടങ്ങൾ ചെയ്യേണ്ട അവസ്ഥയുണ്ട്. അല്ലാതെ നമ്മൾ 100 സൂപ്പർ സ്ക്രിപ്റ്റിന്റെ ഇടയിൽ ഞാൻ അങ്ങനൊന്നും ഇല്ല. വരുന്ന ഒരു പടം ചെയ്താലും നമുക്ക് വേറെ വഴിയില്ല. അപ്പൊ അങ്ങനെ ഒരു പടം ചെയ്തു, പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ആ പടം അച്ഛൻ കാണാൻ പോയി, കണ്ടിട്ട് വന്നിട്ട് വന്നു. പടത്തിന് നേരെയൊക്കെ എന്തോ ചെയ്ത് വെച്ചേക്കുന്നത്, എൻ്റെ വിശപ്പും പോയി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ പോയി. ഞാനിങ്ങനെ ദൈവമേ എന്നെ നാണം കെട്ടി വെച്ച. പിന്നെ പക്ഷെ എന്നാൽ ആ ആള് തന്നെ മാറ്റി പറഞ്ഞിട്ടുമുണ്ട്. ബ്രൂട്ടലി ഓണസ്റ്റ് ആയിട്ട് പറയും, ഭയങ്കര അവിടെ എന്ത് മോശം അഭിനയം, വളരെ സ്റ്റിഫ്, അത് ഇതെന്നൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അല്ലാതെ നല്ലതും പറഞ്ഞിട്ടുണ്ട്. അടിപൊളി. നമ്മൾ തിരിച്ച് നമുക്ക് മസ്തിഷ്ക മരണത്തിലേക്ക് വരാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളിപ്പോൾ സിനിമയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുന്നോട്ടുള്ളൊരു കാലമാണ് നമ്മൾ കാണിക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങളുടെ റോളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ റോളിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ വെളിപ്പെടുത്താറായോ? ആയെങ്കിൽ അത് പറഞ്ഞു തരൂ. എൻ്റെ ക്യാരക്ടർ ഒരു ഓൺലൈൻ ലൈബ്രറിയനാണ്. ഇപ്പോൾ ജോലിയില്ലാതെ വീട്ടിലിരിക്കുകയാണ്. പുള്ളിക്കൊരു കുറച്ച് എന്താ പറയുക, ട്രോമയും സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരു ലൈഫിൽ. അപ്പം എൻ്റെ ഓവർകം ചെയ്യാൻ വേണ്ടി കുറച്ച് പരിപാടികളും അങ്ങനെയൊക്കെയാണ്. അത് 2046 കാലഘട്ടത്തിൽ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുന്നത്? അതെ, അതന്നെ. അപ്പം പുള്ളിക്കാരൻ അനിന്ത്യ, ഞാൻ പറഞ്ഞത് ശരിയാണോ? ഞാൻ കുറച്ച് നിന്റെ അനിന്ത്യ. എന്റെ ക്യാരക്ടർ ഒരു ബിമൽ രാജ് എന്നാണ്, പുള്ളിക്കാരുടെ ക്യാരക്ടറിന്റെ പേര് അനിന്ത്യ എന്നാണ്. അപ്പം നമ്മള് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, പക്ഷെ സെപ്പറേറ്റഡ് ആണ്. ഇപ്പം ഈ ആ ട്രോമ എല്ലാവരിലോട്ടും മറ്റേ വ്യാപിച്ചത് പോലെ ഒരു സംഭവം കിടപ്പുണ്ട് അതിൻ്റെ അകത്ത്. അപ്പം പിന്നെ നിന്റെ ബാക്കി സൈഡ് ലൈക്ക് ഒരു സൈഡ് ഫുൾ ഷേവ് ഒക്കെ ചെയ്ത് ഭയങ്കര ഫോട്ടോസ് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് പടത്തിലെ ഒരുപാട് വെളിപ്പെടുത്താൻ പറ്റില്ല. അത് ഇത് ഈ ഓൺലൈൻ ലൈബ്രറിന്റെ കാര്യം പോലും കൃഷാന്ത് ഏട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ അതും കൂടെ പറഞ്ഞത്. ശരി. അപ്പോൾ ആൻഡ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഓഡിഷനും അതേപോലെ സിനിമയിലേക്കുള്ള വരവൊക്കെ അതെങ്ങനെയായിരുന്നു? ഈ ഒരു ജേർണി സംഭവിക്കുന്നത് എങ്ങനെയായിരുന്നു? ആദ്യം ചെറിയ ഓഡിഷൻസ് കൊടുത്തിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് നായകനിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ആ ലൈഫ് എങ്ങനെയായിരുന്നു? അത് ഒരു പരിപാടിയിൽ വന്നു, ആളുകൾ തിരിച്ചറിഞ്ഞു, അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? അത് പക്ഷേ ഭയങ്കര രസമുള്ളൊരു ടൈമായിരുന്നു. ബിക്കോസ് നമ്മൾ പെട്ടെന്ന് ലൈം ലൈറ്റിലേക്ക് വരികയാണല്ലോ. നമ്മളൊരു 16 പേര് സെലക്ട് ആവുന്നു. ഞാൻ ശംഭു ഇതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ഇത് കഴിഞ്ഞാൽ പിന്നെ പടങ്ങളോടെ പടങ്ങൾ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പിന്നെ ഇറ്റ്സ് ലൈക്ക് നത്തിങ് ഇസ് ഹാപ്പനിങ്. പിന്നെ മനസ്സിലായി, കുറച്ച് ടൈം എടുത്തു ടു റിയലൈസ് ദാറ്റ് ദിസ് ഇസ് വാട്ട് ദിസ് ഇസ്. ലൈക്ക് പേഷ്യൻസ് വേണം,
കുറെ കഷ്ടപ്പെടണം, കഷ്ടപ്പെട്ടാലും ചിലപ്പോൾ റിസൾട്ട് വരില്ല, കഷ്ടപ്പെടാതെ ചിലപ്പോൾ റിസൾട്ട്സ് വരും. യു ഹാവ് ടു മേക്ക് കോൺടാക്ട്, മീറ്റിംഗ് ദ റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് ടൈം. ഇപ്പം സോഷ്യൽ മീഡിയ ഹൗ യു ക്യാൻ യൂസ് ദാറ്റ്. അതിൽ ചിലപ്പോൾ 2 റീല് കണ്ടിട്ടായിരിക്കും വിളിക്കുന്നത്. ആൻഡ് നമ്മൾ ആ 16 പേരും തന്നെ ഒരാള് ആദ്യം, വിൻസിപ്പ് ആദ്യം തന്നെ രക്ഷപ്പെട്ടു. ഐ മീൻ രക്ഷപ്പെട്ടു ഞാൻ പറയുന്നത് അവസരങ്ങൾ കിട്ടുന്നത്. പക്ഷെ വെങ്കി ടുക്ക് ഓൾമോസ്റ്റ് ഒരു 6 years. വെങ്കി കിങ്ഡം മൂവിയിൽ ഇപ്പം വിജയ് വില്ലനായിട്ട് വന്നത്. അല്ലെങ്കിൽ ആ ഒരു സോ ഐ നോ അവർ രണ്ടുപേരും ടാലന്റഡ് ആണ്. അല്ലെങ്കിൽ വി നോ മോർ പീപ്പിൾ ആർ ടാലന്റ്. എല്ലാവർക്കും അതിൻ്റെതായ സമയം. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയെ പറ്റി പറഞ്ഞോണ്ടേ, സോഷ്യൽ മീഡിയ ഭയങ്കര നമുക്ക് അത്യാവശ്യമുള്ള ഒരു സാധനമാണ്, നമ്മൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു, ഞാനിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പുറലോകത്ത് അറിയിക്കാനായിട്ട് ഇപ്പോൾ ഒരൊറ്റ വഴി അതല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്ന് ചുരുങ്ങി നമ്മൾ അതിലേക്ക് മാത്രമായി എന്നെങ്കിലും പറയാം. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയൊക്കെ നോക്കുകയാണ്? അതായത് കുറച്ച് എയറിലാവോ എന്നുള്ള പേടിയുണ്ടോ? അല്ലെങ്കിൽ പേടിയൊക്കെ പോയി ഇറങ്ങിയാലല്ലേ എനിക്കങ്ങനെ പേടി, അങ്ങനെ സംഭവം. കാരണം എന്താ പറഞ്ഞാൽ ഈ പടത്തിന്റെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക്കാണ്. മസ്തിഷ്ക മരണം എന്ന് പറയുന്നത് പടത്തിന്റെ അകത്തൊരു മസ്തിഷ്ക മരണം ഉണ്ടെങ്കിൽ പോലും നമ്മളെല്ലാം ഈ മസ്തിഷ്ക മരണം, ഈ ടൂ മച്ച് എന്താ പറയുക, നമ്മുടെ ഈ ഡൂം സ്ക്രോളിങ്ങും ഫുൾ ടൈം നമ്മളത് ഇങ്ങനെ നമ്മളെ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് അത് ഈറ്റിംഗ് ഇൻറ്റു ഇറ്റ് എന്ന് പറയില്ല നമ്മുടെ ബ്രെയിനിനെയൊക്കെ. ഇങ്ങനെ സമയം നമ്മൾ അതിനുവേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം സോഷ്യൽ മീഡിയ പിന്നെ നമുക്കൊന്ന് അവിടെ ഒരു എന്താ പറയുക, അവിടെ ഒരു ഫിൽട്ടർ ഇല്ല ഇൻ ദ സെൻസ്. ഇപ്പം നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പോസ്റ്റുകളുടെ കടയിൽ പോയി നോക്കുകയാണെങ്കിൽ ചിലർ ഭയങ്കര അൺഹിഞ്ച്ഡ് ആണ്. പറയുന്ന കാര്യങ്ങൾക്കൊന്നും എൻ്റെ പ്രൊഫൈൽ പ്രൊഫൈൽ ലോക്ക് ചെയ്താൽ പോരെ, എന്നിട്ടൊരു പട്ടിയുടെ ഫോട്ടോ ഇട്ടാൽ പോരെ, ആരറിയാൻ, എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം. എനിക്ക് ആരെ നോവിച്ചാലും ഐ എം നോട്ട് ഹെൽഡ് അക്കൗണ്ടബിൾ എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പം അതുകൊണ്ട് എന്തും പറയാം. പക്ഷെ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു മൊറാലിറ്റി അല്ലെങ്കിൽ ഒരു സാധനം വേണം. നമ്മൾ എന്ത് പറയുന്നു, ആരെ ഹേർട്ട് ചെയ്യുന്നു, അങ്ങനെ ഒരു സംസാരിക്കുമ്പോൾ ഉള്ളൊരു അത് ഇല്ല. അത് ഇപ്പം സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ തന്നെ എന്തിനൊക്കെയോ കാള പറ്റുമെന്ന് പറയുമ്പോൾ കയറെടുക്കുന്ന പോലെ എന്തെങ്കിലും ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു ഭയങ്കര ഇത് വിധിക്കുന്നു. അങ്ങനെയുള്ള പല പരിപാടികളുണ്ട്. അപ്പം എന്താ പറയാ, എനിക്കതാണ് എൻ്റെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആനെന്ന് തോന്നിയിരിക്കുന്നത് എയറിലോട്ട് കയറുന്നതിന്റെ ഒരു എനിക്ക് ഞാൻ പണ്ട് ഹൃദയത്തിലൊരു ഡയലോഗ് പറഞ്ഞപ്പോ ഞാൻ എയറിലായിരുന്നു കുറച്ച് കാലം. പൊട്ടിന്റെ സീന് ഞാൻ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അപ്പം പക്ഷെ എന്റെ ഉമ്മയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, എനിക്ക് മീമൊക്കെ അയച്ചു തരും ഇങ്ങോട്ട്, അങ്ങനെയെങ്കിലും ഫേമസ് ആയല്ലോ എന്ന്. പക്ഷെ ഇറ്റ് ഹാസ് ഈ പറയുന്ന ഒരു പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. ഈ കോൺസ് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അത് ദാറ്റ്സ് എ പ്രോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോർട്ട്ഫോളിയോ. ഇപ്പം ഓരോ ഡയറക്ടറും കാസ്റ്റിംഗ് ഡയറക്ടറും എടുത്ത് നോക്കുന്ന ഒരു മെയിൻ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ അയച്ചു കൊടുക്കണ്ട, ലിങ്ക് അയച്ചു കൊടുത്താൽ മതി ഇൻസ്റ്റാഗ്രാമിൽ. സോ അതാണ് അതിന്റെ ഒരു പ്ലസ് എന്ന് പറയുന്നത്. ആൻഡ് ടു ബി ആക്റ്റീവ് ദേർ ഈസ് ഓൾസോ അനദർ ജോബ്. നല്ല പണിയെടുക്കണം എല്ലാ ദിവസവും അതിനുവേണ്ടി കിടന്ന് കഷ്ടപ്പെടണം. പണ്ട് ആക്ടേഴ്സ് ആൽബങ്ങൾ കൊണ്ട് കയറി ഇറങ്ങുന്നത് പോലെ ഇപ്പം ലിങ്ക് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു റീൽ അയച്ചു കൊടുത്താൽ തന്നെ പെട്ടെന്ന് ആക്സസിബിൾ ആണ്. സത്യം, നമുക്കൊരു ഫിലിം മേക്കറിന് മെസ്സേജ് അയക്കാം, അവർ നമ്മുടെ കണ്ടന്റ് കാണും, നമ്മൾ അറിയാതെ പോലും നമ്മുടെ കണ്ടന്റ് കാണുന്നുണ്ട്. And you can get in touch with അങ്ങനെയൊക്കെ രണ്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ് വാക്കുകളുണ്ടല്ലോ. ഇപ്പോൾ ഈ നമ്മൾ സദാചാരം എന്നുള്ള വാക്കുണ്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ള വാക്കുണ്ട്. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒരു സിനിമ കഥാപാത്രം തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോൾ എന്തു ആയിക്കോട്ടെ, ഇപ്പം നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ എൻ്റെ അടുത്ത് പറയുമായിരിക്കും അങ്ങനെയല്ല, ഞങ്ങൾ ഓഡിഷൻസ് ഒക്കെ കൊടുത്ത് ഞങ്ങൾ പതിയെ സിനിമകൾ ചെയ്യുന്ന ആൾക്കാരാണ്, അങ്ങനെയൊക്കെ എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള വാക്കുകൾ എവിടെയെങ്കിലുമൊക്കെ നമ്മളെ ഒരു സിനിമാ പ്രവർത്തകനെ ഒന്ന് പിടിച്ച് വലിക്കുന്നുണ്ടോ? ഈ സിനിമ ചെയ്യണോ, ഇത് ചെയ്യണോ, ഈ ഡയലോഗ് പറയണോ എന്ന് നേരത്തെ പറഞ്ഞ പോലെ? അത് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പിന്നെ എനിക്ക് ഐ മീൻ ലൈക്ക് ഞാൻ കുറേ നല്ല പടങ്ങളുടെയൊക്കെ പാർട്ടായിട്ടുണ്ട്. ഞാൻ അത്രയും നല്ല പടങ്ങളുടെ പാർട്ടായിട്ടില്ല. അപ്പം അങ്ങനെ ചില പടങ്ങളിലൊക്കെ ചില ഡയലോഗ്സ് ഒക്കെ വായിക്കുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ അറിയും, ദൈവം എന്ത് ചെയ്യും, ഐ മീൻ ലൈക്ക് വാട്ട് ആം ഐ ഗോണ ടെൽ ഹിം, എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. ഇപ്പം മണിമലജിൻ്റെ മോനുള്ള ടാഗ് കിടപ്പുണ്ട്, അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനാരാ ഡയലോഗിൽ ഒന്ന് തിരുത്താൻ ഉള്ള ചോദ്യം വരും. അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ടോ ഒന്നുമില്ല. ഭയങ്കര പൊളിറ്റിക്കലി റോങ് ആയിരിക്കും. എന്നൊക്കെ പറഞ്ഞാൽ ഇത് സ്ക്രീനിൽ വരുമ്പോഴത്തേക്കും ആൾക്കാർ അത്രയും ഇതിലേ നോക്കുന്നുള്ളൂ. അതായത് ആരാ പറയുന്നത്, അല്ലെങ്കിൽ ഇത് ആര് എഴുതിയെന്നോ ആര് ഡയറക്റ്റ് ചെയ്യുന്നോ എന്നുള്ള ഇതല്ല, ഇത് ആര് പറയുന്നു. നമുക്കതിപ്പോൾ കുറേ ആക്ടേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ അവർ അഭിനയിച്ചെന്നുള്ള ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ.
ഇപ്പം എനിക്ക് തോന്നുന്നു അത് കുറച്ച് മാറിയിട്ടുണ്ട്. പീപ്പിളെ കുറച്ചും കൂടി ഓഡിയൻസ് കുറച്ചും കൂടി അതിൽ അവർക്ക് അറിയാം അതാ റൈറ്ററിന്റെ ലൈൻസ് ആണ് അല്ല അതെന്തോ കുറച്ചും കൂടെ വിസിബിലിറ്റി വന്നോണ്ട് പണ്ടത്തെ പോലെ അല്ലല്ലോ പണ്ടൊരു ആക്ടർ അല്ല ബട്ട് അല്ല ഐ മീൻ ഇറ്റ് ഓൾസോ ഡിപ്പെൻസ് അപ്പോൺ ദ ഫിലിം മേക്കർ. ചിലപ്പോൾ അവർ പറയും എനിക്ക് ഇത് തന്നെ വേണം, ഇങ്ങനെ തന്നെ പറയണം. അപ്പം നമ്മൾ പറയും ചേട്ടാ അത് ഇന്നത്തെ കാലത്ത് അതങ്ങനെ പറയുന്നത് മോശമാണ് എന്ന് പറയാൻ പോലും ഇല്ല. ഇനി എൻ്റെ മനസ്സിൽ ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടു. അതാണ് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്ത് ഓരോ ആശയങ്ങൾ ഇരിക്കും എന്നല്ലേ. ഇപ്പൊ 4 സംഘം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു ട്രിവാൻഡ്രം ഒരു സ്പേസ് നമുക്ക് കാണിക്കാനുണ്ട്. അല്ലെങ്കിൽ ഇപ്പോ എന്താ പറയുക, ഇപ്പോൾ ആൻ ചെയ്തിട്ടുള്ള സിനിമകളുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓരോ ഇടങ്ങൾ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്ഥലമോ അല്ലെങ്കിൽ ഒരു കാലം പറയുന്നുണ്ട്, ഒരു പെർട്ടിക്കുലർ സ്ഥലമൊക്കെ പറയുന്നുണ്ടോ നമുക്ക് മസ്തിഷ്ക മരണത്തിൽ അങ്ങനെ എന്തെങ്കിലും? കൊച്ചിയാണ് 2046 കൊച്ചിയാണ്, നിയോ കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പം അതാണ് അവിടെയാണ്. അപ്പം കൃഷ്ണാന്തരം പറയുന്നത് സൈബർ പങ്ക് ആണ്. അപ്പോൾ വിച്ച് മീൻസ് ഒരു എന്താണ് ഹൈ ഭയങ്കര ടെക്നോളജിയും പക്ഷെ ജീവിത നിലവാരം ഭയങ്കര ലോ ആയി. അപ്പം നമുക്ക് ടെക്നോളജി ഉണ്ട്, അത് ഓൾമോസ്റ്റ് ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെയാണല്ലേ. 20 വർഷം മുന്നേ നമുക്ക് വി വർ നോട്ട് സ്റ്റിൽ യൂസിങ് ഫോണിലേക്കൊക്കെ എത്തുന്നേ ഉള്ളൂ എല്ലാവരും. പക്ഷെ ഇപ്പം എവറിബഡി ഹാസ് ഇറ്റ്. എവറി കിഡ് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ അവർക്ക് ഫുഡ് ഐ മീൻ അങ്ങനെ പറയാം, പക്ഷെ ഫോൺ നോക്കിയിട്ടാണ് അങ്ങനെ കഴിക്കുന്നത്. അപ്പം അവിടുന്ന് ആ 20 years ചേഞ്ച് ഉണ്ടായല്ലോ. അപ്പൊ ഇനി 20 years എങ്ങനെയായിരിക്കും ഹൗ ദ ടെക്നോളജി ദ ഡിജിറ്റൽ വേൾഡ് ഇസ് ഗോയിങ് ടു ചേഞ്ച് എന്നുള്ളത് ഭയങ്കര എൻഡ് ടു എൻഡ് കോമഡി ഹ്യൂമർ യൂസ് ചെയ്ത് കൃഷാന്ത് ത്രൂ us ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ട് പറയണം. ഇപ്പൊ കൃഷാന്തിന്റെ ഒരു ജേർണി ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ സീരിയസ് ആയിട്ടുള്ള സിനിമകളും ഗാങ്സ്റ്റർ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തമാശയാണ് ഇപ്പൊ വരുന്നത്. അപ്പോ നിരഞ്ജന്റെ കാര്യം പറഞ്ഞിട്ട് നിരഞ്ജൻ വീണ്ടും തിരിച്ചു വരുവാണ് കൃഷാന്ത് സിനിമയിലേക്ക്. എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു? വീണ്ടും വിളിക്കല്ലേ മച്ചാ വാടാ പണി ഉണ്ടോ നമുക്ക്? അപ്പൊ അങ്ങനെയല്ലെന്ന് തോന്നുന്നു, ഞാൻ കേട്ടത്. പുള്ളി മറ്റേ ജനലിൽ കൂടെ ഒക്കെ നോക്കുമ്പോ രാത്രിയും പകലൊന്നുമില്ല ഞാൻ ഇങ്ങനെ വിളി ചെയ്യും. അല്ല പക്ഷേ എനിക്കത് കൃഷ്ണൻ എനിക്കത് 4 സംഘം കണ്ടാണെങ്കിൽ അതിൻ്റെ അകത്ത് ഈ എൻ്റെ ക്യാരക്ടർ കുറച്ച് ഐ മീൻ ലൈക്ക് ഫ്ലിപ്പ് ഫോൺ അതൊക്കെ ഐ മീൻ ലൈക്ക് എൻ്റെ ക്യാരക്ടർ ഒരു എല്ലായിടത്തും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഇതേ ഉള്ളായിരുന്നു. കുറച്ച് സൈലന്റ് ആയിരുന്നു എഴുത്തിൽ. ഐ മീൻ ലൈക്ക് അൽത്താഫ് അങ്ങനെ കുറച്ച് സൈലന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു. അപ്പം ഫസ്റ്റ് ഡേ ഷൂട്ടിന് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ശംഭു പാട്ട് പാടുന്ന സ്ഥലത്ത് ഞാൻ വന്നിട്ട് ഇങ്ങനെ കോപ്രായങ്ങളെ കടിച്ചു. പക്ഷേ എന്താണ് പറഞ്ഞു, മാൻ നിങ്ങൾ ഈ മീറ്റർ പിടിക്കുകയാണെങ്കിൽ ഈ മീറ്റർ തന്നെ പിടിക്കണം. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഈ മീറ്റർ തന്നെ പിടിച്ചു. പിന്നെ ഞാൻ കൃഷ്ണൻ ചോദിക്കും ഞാൻ ഇവിടെ ഒരു കൗണ്ടർ അടിച്ചോട്ടെ, ഞാൻ ഈ പറഞ്ഞ ഞാൻ ഈ ഫോണിൻ്റെ സാധനം പോലെ ഈ ഷോട്ട് ഞാൻ പറയും ഞാൻ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡയലോഗ് മുട്ട വേണം ഫ്ലിപ്പ് ഫോണിൽ വസ്തു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തോട്ട് ചോദിച്ചാൽ പുള്ളി അതിനുള്ള ഫ്രീഡം തരും. പുള്ളി പറയാം ചില സമയത്ത് പറയാൻ ചെയ്യും മാൻ ഇത് മാൻ ചിരിക്കും എന്ന് പറയും, മാൻ ഇത് ആക്ച്വലി ഒരു കൂറ കോമഡിയാണ് മാൻ വേണ്ട മാൻ എന്ന് പറയും. അങ്ങനെയും പറയും. അറ്റ് ദ സെയിം ടൈം പറയും നല്ല രസമുണ്ട് മാൻ ഇട്ടോളാം. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഫിലിം മേക്കറോട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും കൂടെ മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാപ്പിനെസ്സും കൂടെ മനസ്സിലാക്കി വർക്ക് ചെയ്യുന്ന ഒരു ഫിലിം മേക്കറോട് വർക്ക് ചെയ്യുന്നത് ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. അപ്പൊ എന്തായാലും തിരിച്ചു വരുന്നത് ഭയങ്കര ഹാപ്പി. അയ്യോ ഈ ടീം പക്ഷെ എന്നിട്ട് 4 സംഘം ഐ മീൻ ലൈക്ക് ഫോർ 6 months നമ്മൾ അതിന്റെ ഷൂട്ടിലായിരുന്നു. മസ്തിഷ്ക മരണം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു എല്ലാവരും നമ്മളെല്ലാവരും എങ്ങനെയായിരുന്നു ആൻ എങ്ങനെയായിരുന്നു വിളി വന്നതൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു കൃഷാന്തിന് ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയ ത്രൂ ഐ വാസ് കണക്റ്റഡ്. അത് കഴിഞ്ഞ് വിശേഷം കണ്ടിട്ട് എന്നെ മെസ്സേജ് അയച്ചു. അത് കഴിഞ്ഞ് ഐ തിങ്ക് ഐ മെറ്റ് ഹിം 4 ഗഗനാചാരിയുടെ ഒരു പ്രൊമോഷന് പുള്ളിക്കാരൻ ലുലു മോള് വന്നപ്പം ഞാൻ പോയി ഹായ് ഒക്കെ പറഞ്ഞു. അപ്പം ഹി വാസ് വെരി സ്വീറ്റ്. അത് കഴിഞ്ഞിട്ട് ഐ തിങ്ക് എന്തോ അങ്ങനെയൊക്കെ ആയിരിക്കണം എന്നെ അത് തലയിൽ വെച്ച് ഹി റിമെമ്പേർഡ് ആൻഡ് ദെൻ ഇദ്ദേഹം പറയുന്ന പോലെ സജസ്റ്റ് ചെയ്തതൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെയൊക്കെ സജസ്റ്റ് ചെയ്യാണല്ലോ. പക്ഷെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോ പറഞ്ഞു ഇങ്ങനെ ഞാൻ എനിക്ക് സലീം ഭായി ഞാൻ കണ്ടിട്ടുള്ളൂ, എനിക്ക് അറിഞ്ഞു. ഐ മീൻ ലൈക്ക് പേര് വിട്ടുപോയി സലീം ഭായി. എനിക്കപ്പോ ആൻ എന്നുള്ള പേര് വന്നില്ലേ. നമ്മളിങ്ങനെ സലീം ഭായി. പുള്ളി പറഞ്ഞു നല്ല കിടില ആക്ടറാണ്, എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു നല്ല. പക്ഷെ ഇവള് പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് പിന്നെ അത് പറയാൻ പറ്റുന്നില്ല, അഭിപ്രായം മാറ്റാനും പറ്റുന്നില്ല. സോ വെരി എക്സൈറ്റഡ്. കുറച്ച് സമയം എടുത്തു. ഞാൻ അപ്പോഴേക്ക് സാഹസം എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. ആ സമയത്ത് തന്നെ ആയിരുന്നു ഇതും ഉണ്ടാവുക എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ അവിടുത്തെ ഡയറക്ടറിനോട് ബിബിനോട് ചോദിച്ചു ഞാനൊരു സൈഡ് ഷേവ് ചെയ്യും കുഴപ്പമുണ്ടോ അഡ്ജസ്റ്റ്. അപ്പം ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇട്ടു അതൊക്കെ പറഞ്ഞിട്ട് ബട്ട് ഇത് ആക്ച്വലി കോർട്ട് റൂം ഡ്രാമയാണ് അതിലൊരു ഭാഗം മുഴുവൻ. അപ്പം ദിവ്യപ്രഭയും വിഷ്ണു അഗസ്ത്യൻ ഇവിടെ സ്പോക്കും. അപ്പം അവര് തമ്മിലുള്ള ഈ കൗണ്ടേഴ്സ് ഒക്കെ ഭയങ്കര രസമായിരുന്നു കാണാൻ. ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് വാച്ചിങ് ഒരു പ്ലേ. ഭയങ്കര രസമായിരുന്നു. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഓർഡറിൽ ഷൂട്ട് ചെയ്തു പോകുന്നു? അങ്ങനെയായിരുന്നു? ഓർഡർ അല്ല, പക്ഷെ എന്നാലും
എല്ലാവരും എല്ലാം എല്ലാവരും കൂടെ കുറെയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ സമയത്ത് എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. അതെ അതങ്ങനെയായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഇരിക്കും അവിടെ, നമ്മളുടെ അപ്പൊ തന്നെ ചിലപ്പം നമ്മുടെ റിയാക്ഷൻ എടുക്കുമല്ലോ. അപ്പൊ നമ്മൾ ഇരുന്നിട്ട് ഇതിങ്ങനെ കാണുന്നത് ഭയങ്കര രസമായിരുന്നു. ആൻഡ് ഐ തിങ്ക് ആ ഫൺ ഇസ് ദെയർ ഇൻ ദ മൂവി. ഐ റിയലി തിങ്ക്. മസ്തിഷ്ക മരണം കി ജയ് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം സംസാരം നമുക്ക് കുറച്ച് ബ്രേക്ക് ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.